നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം അയർക്കുന്നത്ത് ദൃശ്യം സിനിമ മോഡൽ ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അവിഹിത ബന്ധത്തിന്റെ പേരിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയും മുർഷിദാബാദ് സ്വദേശിയുമായ സോണി തന്റെ ഭാര്യ അൽപ്പനയെ കൊന്നു കുഴിച്ചുമൂടിയത്. അൽപ്പനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മതിലിൽ തലയിടിപ്പിച്ചും കഴുത്തുഞ്ഞെരിച്ചും കൊലപ്പെടുത്തിയതിന് പിന്നാലെ മരണമുറപ്പിക്കാനായി കമ്പിപ്പാര കൊണ്ട് സോണി തലയ്ക്കടിച്ച് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയത്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു അരുംകൊല സംഭവിച്ചത്. രാവിലെ വീട്ടുടമ വിളിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് സോണി തന്റെ ഭാര്യയും കൂട്ടി അയർക്കുന്നം ഇളപ്പാനി ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന മണലാൽ ഡിന്നി സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തുന്നത്. ഒരാഴ്ച മുൻപ് സോണി ഇവിടെ ജോലിക്ക് വന്നിരുന്നു. ഇവിടെ വെച്ച് അൽപ്പനയുടെ ഫോണിലേക്ക് കാമുകൻ വിളിച്ചതിനെ ചൊല്ലി ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നാണ് കൊലപാതകം നടത്തുന്നത്. കമ്പിപ്പാരയ്ക്കടിച്ചും കഴുത്തുഞ്ഞെരിച്ചും മരണം ഉറപ്പാക്കി. പിന്നാലെ മൃതദേഹം വലിച്ചിഴച്ച് വീട്ടിന്റെ പിന്നിൽ ഒരടി താഴ്ചയുള്ള കുഴിയിൽ മറവ് ചെയ്തു. ശേഷം 17-ാം തീയതി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് കാട്ടി പരാതി നൽകി. പോലീസ് ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും സോണിയിലെത്തിയ സംശയമാണ് പ്രതിയിലേക്ക് നയിച്ചത്. പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഹാജരാകാൻ സോണിയെ നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല. വീണ്ടും ബന്ധപ്പെട്ടെങ്കിലും താൻ പണിസ്ഥലത്തായിരുന്നു എന്ന മറുപടിയാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് സോണിയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. അപ്പോഴാണ് എറണാകുളത്താണ് എന്നത് കാണിച്ചത്. സംശയം തോന്നിയ പോലീസ് ഉടൻ തന്നെ റെയിൽവേ പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ പിടികൂടുകയും ചെയ്തു. 9ഉം 5ഉം വയസ്സുള്ള മക്കളെയും കൂട്ടി നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. കുട്ടികളെ ചൈൽഡ് ലൈൻ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. സോണി കഴിഞ്ഞ 3 വർഷമായി അമ്മയന്നൂർ തൈക്കൂടത്താണ് കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്നത്. ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി പ്രകാശ് മണ്ഡലുമായാണ് തന്റെ ഭാര്യയ്ക്ക് അടുപ്പമുള്ളതായി അറിഞ്ഞത്. ഇയാളുമായി നിരന്തരം ഭാര്യ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇത് വിലക്കിയിട്ടും തുടർന്നതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണം. മൃതദേഹം ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം കണ്ടെടുക്കുകയും തുടർന്ന് ഇന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പ്രകാശ് മണ്ഡലാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് കാണാതായ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 18-ാം തീയതി പരാതിക്കാരനെ സോണി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നുവെങ്കിലും എത്താതിരുന്നതാണ് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടിയ സംശയം. തുടർന്ന് വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ കുട്ടികളുമായി സോണി അവിടം വിട്ട് പോയതായിട്ടറിഞ്ഞു. ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും താൻ തന്റെ ഭാര്യ അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്നായിരുന്നു സോണി പറഞ്ഞത്. പോലീസ് ഈ സമയം പ്രതിയുടെ ടവർ ലൊക്കേഷൻ എടുക്കുകയും എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കാണിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് സോണിയെ പിടികൂടുകയും ചെയ്തു. പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്.